ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു വെണ്ടയ്ക്ക തീയൽ വെച്ചാലോ? വെണ്ടയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വെണ്ടയ്ക്ക വെച്ച് എന്ത് വിഭവം ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തു, ഒരു 7-8 ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ വാളൻ പുളി, ഇത്രയും കൂടി ഇട്ട് നമുക്ക് തേങ്ങ നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. നമുക്കറിയാമല്ലോ വറുത്തരച്ച കറിക്ക്. ഞാൻ വെണ്ടയ്ക്കയുടെ ഒത്തിരി വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പച്ചടിയുണ്ട്, മെഴുക്ക് വരട്ടിയുണ്ട്. എല്ലാവരും പോയി നോക്കണം കേട്ടോ, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഒരു വറുത്തരച്ച കറി വെക്കാമെന്ന് വിചാരിച്ചു. ഈ വറുത്തരച്ച കറിയുടെ നല്ല ചൂടോടെ മുട്ട പൊരിച്ചതൂടെ ചോറും കഴിച്ചാൽ വേറൊരു കറിയും വേണ്ട. ഇത് തന്നെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുട്ട പൊരിച്ചതൂടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് മുളക് എതിരെല്ലാം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനെടുക്കുന്ന പരുവമാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പല പ്രാവശ്യം ഈ തേങ്ങ വറക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നീട്ടി ഇത് ഞാൻ വറുത്തെടുക്കട്ടെ. ഒരു ടിപ്പൂടെ പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തേങ്ങ തിരുമിയിട്ട് മിക്സിക്കകത്തോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ, ഒറ്റ ട്രിപ്പ് ഒന്ന് പൊടിച്ചാൽ മതി. ഒരു ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ തന്നെ നമ്മളെ ഒരേ വലിപ്പത്തിൽ കിടക്കണം നമ്മുടെ തേങ്ങാപ്പീര കേട്ടോ. അപ്പം നമുക്ക് ഈ ഇങ്ങനെ മൂപ്പിക്കാൻ എളുപ്പം, ഒരേ മൂപ്പ് കിട്ടും. അല്ലെങ്കിൽ ചിലത് നമ്മളെ തിരുമുമ്പോൾ ചിലതാണെങ്കിൽ വലിയ കഷ്ണവും ചിലത് ചെറിയ കഷ്ണവും ഒക്കെ ആയി വരുമ്പോൾ അതിൻ്റെ മൂപ്പ് കറക്റ്റ് ആവത്തില്ല. അപ്പം ഒരേ രീതി നമുക്ക് ഇങ്ങനെ തേങ്ങ വറുത്തെടുക്കാൻ ഇത് നല്ല ഒരു ഇതാണ്. മിക്സിക്കകത്തോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ തേങ്ങ അതിന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇനി വേണം നമുക്ക് കുറച്ച് കൊടുത്തിട്ട് മസാല ഇടാം. ഒരേപോലെ മൂപ്പ് വരും കണ്ടോ. തേങ്ങ നമ്മൾ നല്ലപോലെ മൂത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് പൊടി ഇടാം. പക്ഷേ ഇനി തീ കിടന്നാൽ കരിഞ്ഞു. അപ്പം മസാല എല്ലാം ഒന്ന് ചങ്ങിട്ട്, പിന്നെ ഒരു ടിപ്പോട് ഞാൻ പറയട്ടെ. നമ്മളിതിനകത്ത് പുളി ചേർത്ത്, പുളിയും ഈ മസാലയും ഇതിൻ്റെ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് മിക്സിക്കകത്ത് അടിച്ചെടുക്കുമെന്ന് ആ ഗ്രേവി നല്ല ടേസ്റ്റാണ്. പിന്നെ പുളി എടുക്കുന്നതിനേക്കാളും നമ്മുടെ ഈ അരപ്പിനകത്തോട് ഈ പുളിയും ഉപ്പും ചേരുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പുളി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുക. ഇനി ഇതിൻ്റെ നല്ല ചൂടായിട്ടിരിക്കും ചട്ടി. അപ്പോൾ അതിൻ്റെ ആ ചൂടി തന്നെ ഇതങ്ങ് ബാക്കി പച്ചമണം മാറിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ അരച്ച് വെച്ചു. നല്ലതാണ്ട ഭസ്മം പോലെ, നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ പുളിയും കൂടെ ചേർത്ത് അരച്ചുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഞാൻ അരച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു 10-15 വെണ്ടയ്ക്ക നമ്മൾ ട്യൂബ് പോലെ കട്ട് ചെയ്ത്, എന്നിട്ട് ഓരോ ഇതിലും ശ്രദ്ധിക്കണം കേട്ടോ. ചിലതിനകത്ത് പുഴുണ്ടോ ശ്രദ്ധിക്കണം. അപ്പം എടുത്ത് വെച്ചതിനകത്ത് ഞാൻ മുറ്റി വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി സൂപ്പിന് വെച്ചിട്ടുണ്ട്. ഞാൻ സൂപ്പ് എടുത്തതും കാണിക്കും കേട്ടോ. അപ്പം മുറ്റി വെണ്ടയ്ക്ക ഇനി കളയരുത്, നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പം ഞാൻ ഒരു തക്കാളി എടുത്തു, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചെറിയ ഉള്ളി തീർന്നു പോയിട്ട് ഞാൻ സവാള എടുത്തത് 2 ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുക. അപ്പോൾ ഞാൻ അടുപ്പിൽ നമ്മുടെ ചട്ടി വെച്ചു. ഈ ചട്ടി നമ്മുടെ മൺചട്ടിയാണ് എപ്പോഴും തീയലിന് നല്ലത്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടിയൊക്കെ ചൂടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി സവാള അതിനകത്തോട്ട് ഇടണം. അത് ഒന്ന് വാടി, ഇത് നമ്മുടെ ഈ അരപ്പ് ഓൾറെഡി ഒന്ന് ഇനി തിളച്ചാൽ മതി. ഇനി നമ്മുടെ പച്ചക്കറികൾ, നമ്മുടെ ഈ സവാള, തക്കാളി, വെണ്ടയ്ക്ക എല്ലാം നല്ലപോലെ വാടി നല്ല പരിവായി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊഴിക്കാം കേട്ടോ. അതിന് പിന്നെ വലിയ വേവില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടി നല്ല ഭംഗിയായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഏകദേശമൊക്കെ വാടി. ഇനി നമുക്ക് എന്താ ചെയ്യുന്ന അറിയോ, നമ്മുടെ വെണ്ടയ്ക്ക ഇടണം. പിന്നെ പച്ചമുളക് കൂടി ഇടുവാണേ. വെണ്ടയ്ക്ക കിടന്ന് നല്ലപോലെ വാടട്ടെ. ഈ വാടി നല്ല, ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അരപ്പിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്തു. ഇനി നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഒട്ടും ഒഴിക്കണ്ട. ഈ ചട്ടിക്കകത്ത് കിടന്ന് ഇത് വാടി എടുക്കണം. എന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. ഓക്കെ, അടച്ച് വെച്ചേക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഒരു 3/4 മൂപ്പായി കേട്ടോ. അപ്പോൾ ആയപ്പോഴത്തെ ഞാൻ തക്കാളി ഇട്ടു.
ഈ തക്കാളി ഇതിനകത്തോടൊന്നും നല്ലതുപോലെ അതിന് ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്നും ഒഴിച്ചില്ല. നമ്മൾ അടച്ച് വെച്ച് ജസ്റ്റ് ചെറിയ തീയിലിട്ട് വേവിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ മൺചട്ടിയാണെങ്കിൽ അതിനകത്ത് ആദ്യം നല്ല ചൂടായി പിന്നെ അതങ്ങ് നല്ലതായിട്ട് ചൂടായിക്കോളുമല്ലോ. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് ആയിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ അരപ്പൊഴിക്കാം. അപ്പം വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം ആ എണ്ണയിൽ കിടന്ന് നല്ല വാടി നല്ല ഉപ്പൊക്കെ പിടിച്ച് ഈ സമയത്ത് നമുക്കെന്താ ചെറിയോ നമ്മുടെ അരപ്പ് ഒഴിക്കാം. മിക്സിയും കൂടെ കഴുകി ഒഴിക്കണേ, അതൊട്ടും കളയാതെ. അപ്പം ഇതാദ്യം ഈ അരപ്പിനകത്ത് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയൂടെ കഴുകി എത്രയും നിങ്ങൾക്ക് ഗ്രേവി വേണം അത്ര. ചൂടയിലങ്ങ് വെള്ളം പോലെ ഇരിക്കുന്ന കൊള്ളത്തില്ല. അപ്പം ഇതൊന്ന് കിടന്ന് ആ ഉപ്പ് എരിയൊന്ന് പിടിക്കട്ടെ. അപ്പം നമ്മുടെ ഗ്രേവിയിൽ നല്ലതുപോലെ പിടിച്ച് ചെറിയൊരു തിള വന്ന് എന്നിട്ട് നമുക്ക് ആ മിക്സി എല്ലാം നല്ലതുപോലെ കഴുകിയെടുത്ത് ആ വെള്ളം കൂടെ ഞാൻ ഒഴിക്കുവാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഒരു കടുക് വറക്കാനുള്ളൂടെ കടുക് വറുത്തിടാം ലാസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേവട്ടെ. വെന്തതാ എന്നാലും ഒന്ന് കുറുകിയിട്ട് വരട്ടെ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക തീയൽ റെഡിയായി കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇരുന്ന് കുറുകും കേട്ടോ. അപ്പോൾ തന്നെ നല്ല കുറുകി നല്ല പരുവായി കേട്ടോ. ഇനി ഇരുന്ന് കുറച്ചുകൂടെ കുറുകും. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകവും. ചട്ടി തന്നെ വെക്ക്. ഓഫ് ചെയ്ത് അതിൻ്റെ ആ ചൂടിന് തിളയാണ്. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചു, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കടുക് പൊട്ടിച്ചു. അപ്പോൾ ആകെ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള മൊത്തത്തിൽ നമ്മുടെ തേങ്ങയുടെ ആ എണ്ണയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക തീയൽ. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്ക് കേട്ടോ. പക്ഷെ നമ്മുടെ ആ ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ആ തിള ഇങ്ങനെ കിടക്കുന്നത്. അതാണ് ഈ കറിച്ചട്ടിയുടെ ഒരു ഗുണം. നമ്മൾ ഈ ആദ്യം ഒന്ന് ചൂടാവാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നല്ല ആ കനലിൽ കിടക്കുന്ന പോലെ അത് ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ വേവുന്ന പോലെ ഇത് ഓഫ് ചെയ്താലും. അപ്പം നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക തീയൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും വെണ്ടയ്ക്ക തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ പച്ചടി ഒക്കെ വെക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് ആവട്ടെ. അപ്പം നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ അത് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഞാൻ പിന്നെ ഇതൊന്നും ഉരുളക്കിഴങ്ങൊന്നും ചേർത്തില്ല. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം ചൂട് ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്ക തീയിലും മുട്ട പൊരിച്ചതോടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിക്കേ. എന്നിട്ട് കമൻ്റ് ഇടുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കണ്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഞാൻ പിന്നെ ഇപ്പോൾ എനിക്കൊരു ചേച്ചി എൻ്റെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് പിന്നെ വീഡിയോ ഇങ്ങനെ 2 സൈഡും ബ്ലാക്ക് ആയിട്ട് നടുക്ക് മാത്രം കാണുന്നെന്ന്. അത് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഫോണിലാണ് എടുക്കുന്നത് ഒന്ന്. രണ്ടാമത് ആ നടുക്ക് കാണുന്ന വീഡിയോയുടെ ഭാഗം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ ഫുൾ സ്ക്രീനായിട്ട് മാറും കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ആ ചേച്ചി പക്ഷേ പറഞ്ഞ് അങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണുന്നു, നല്ല ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.